ഇന്ന് പറയാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ ഏത് പ്രായം മുതൽ നിങ്ങൾക്ക് സ്ലീപ്പ് ട്രെയിനിങ് തുടങ്ങാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് 6 months കുഞ്ഞുങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതാണ്. അവരുടെ സ്ലീപ്പ് പല രീതിയിലായിരിക്കും. ഓരോ കുട്ടികളും വ്യത്യസ്തം തന്നെയായിരിക്കും. ആ സമയത്ത് അതുപോലെ പോട്ടെ. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും നല്ലത് ടോഡ്ലേഴ്സിനാണ്. ടോഡ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈം വെക്കുക. രാത്രി 9 മണിക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളെ ഉറക്കും എന്നുള്ള നിർബന്ധമായിട്ടും വെക്കുക. രാവിലെ ഒരു 7 മണീൻ്റെ ഉള്ളിൽ ഉണർത്തും എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് വെക്കാം. അല്ല, കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി നേരത്തെ ഉറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. 7 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഉണർത്തുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. അത് എല്ലാ ദിവസവും ഒരേപോലെ ആക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് അവർക്ക് അതിൻ്റെതായ റൂം കൊടുക്കുക. ചില സമയത്ത് സോഫ, ചില സമയത്ത് താഴത്തെ റൂം, ചില സമയത്ത് മുകളിലത്തെ റൂം, അങ്ങനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം തന്നെ വേണമെന്നില്ല. എവിടെയാണോ കുട്ടി സ്ഥിരം ഉറങ്ങുന്നത് ആ ബെഡ്റൂമിൽ തന്നെ കുഞ്ഞിനെ ആ സമയത്ത് കിടക്കാൻ നോക്കുക. പിന്നെ ആ റൂമിൽ അധികം ലൈറ്റിംഗ് പാടില്ല. ബ്രൈറ്റ് ലൈറ്റിങ്ങോ ശബ്ദം ഉണ്ടാക്കുന്ന സാധനങ്ങളോ ഒന്നും പാടില്ല. കിച്ചൻ്റെ അടുത്താണെങ്കിൽ ഗ്രൈൻഡർ, മിക്സിയൊക്കെ പിന്നെ ശബ്ദം ഉണ്ടാക്കുക. TV ആണെങ്കിൽ ശബ്ദം ഉണ്ടാവുക. അപ്പോൾ ലിവിംഗ് റൂമിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ഒന്ന് ഒഴിവാക്കി ശബ്ദമില്ലാത്ത ഒരു സ്ഥലമായിരിക്കണം കുട്ടിക്ക് ചെയ്യേണ്ടത്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ്, അതായത് രാവിലെ ഫുൾ കളിച്ച് വന്ന അതേ ഇതിൽ ഉറങ്ങാണ്ട് കുഞ്ഞിനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് ഒരു സ്ലീപ്പ് ഡ്രസ്, നൈറ്റ് ഡ്രസ്, അത് ഏതായാലും ഒരു കോട്ടൺ ബനിയൻ ക്ലോത്തിൻ്റെ എന്തെങ്കിലും കോട്ടൺ ഡ്രസ്സസ് ഇട്ടിട്ട് അവർക്കൊരു ഉറങ്ങാൻ പോകുന്ന ഒരു ഫീലിംഗ് പോലെ തീർച്ചയായിട്ടും നൽകുന്നതായിരിക്കും. പിന്നെ ബെഡ് ടൈം സ്റ്റോറിയുടെ കഥ നമുക്കറിയാലോ, വളരെ സഹായിക്കും കുഞ്ഞുങ്ങൾക്ക്. ചെറിയ കുട്ടികളാകുമ്പോൾ ചെറിയ ചെറിയ കഥകളായിട്ട്, വലുതാകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോറികൾ മാറ്റി മാറ്റി പറഞ്ഞു കൊടുത്ത് കുറച്ചു നേരം ഒരു ബെഡ് ടൈം സ്റ്റോറീസ് നമ്മൾ ആദ്യം വായിച്ചു കൊടുക്കുക. പിന്നെ അവർ വായിക്കാൻ തുടങ്ങുന്ന പ്രായമാകുമ്പോൾ അവരെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുക. അത് വളരെ നല്ല ഉപകാരമായിരിക്കും. മൊബൈൽ ഫോൺസ് കംപ്ലീറ്റ് ഒഴിവാവുക. അങ്ങനത്തെ ലൈറ്റ് വരുന്ന TV ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങൾ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെന്നറിയാം, പക്ഷെ ട്രെയിൻ ചെയ്താൽ അത് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരത്തിൽ വരികയേ ഉള്ളൂ. പിന്നെ ഭക്ഷണം കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അന്നജം ഉണ്ടാവുന്ന ഭക്ഷണങ്ങൾ കഴിച്ച കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി ഉറങ്ങാൻ സഹായിക്കും. അപ്പോൾ രാത്രി അവർക്ക് നന്നായിട്ട് ഫുഡ് കൊടുത്തിട്ട് ഉറക്കുക. പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പാല് കൊടുത്തിട്ട് ഉറക്കുക. പിന്നെ അമ്മമാരുണ്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ട് ഉറക്കുന്ന ചില അമ്മമാരുണ്ട്. അതാകുമ്പോൾ പിന്നെയും ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് വേറെ എവിടെയും മാറി നിൽക്കാൻ പറ്റാതെയാവും. നന്നായിട്ട് ഫീഡ് ചെയ്തോളൂ, ഫുഡ് കൊടുത്തോളൂ. അതിന് ശേഷം തോളത്ത് കിടത്തി ഉറക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയിട്ട് പിന്നെ ബെഡ് കിടത്തുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഫീഡ് ചെയ്തുകൊണ്ടേ ഉറങ്ങുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്യാതെ ഇരിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു.